അവിടെ പിന്നെ ആ ഖബറിൽ അട്ടഹാസം റസൂലുള്ള കേട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന സ്വഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ തിരുദൂതരെ, എന്താണ് അങ്ങനെ ഈ ഖബറാളികൾ ശിക്ഷ അനുഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒന്നാമത്തെ കാരണം വന്നത് അവർ നബീവത്ത് പറയുന്നു. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. എല്ലാവരും രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിക്കണേ അല്ലാഹ്. മഹദിയുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ യാത്ര സഫലീകരിക്കണേ തമ്പുരാനെ. സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളെയും തട്ടിമാറ്റണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളെ കൂട്ടത്തിലുള്ള ഓരോരുത്തർക്കും പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് റബ്ബേ. ഈ മഹദിയുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ്. ഷാഫിയാണ് കാഫിയാണ് റബ്ബേ. ശിഫ നൽകണേ തമ്പുരാനെ. പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിലുള്ള പല ആളുകൾക്കും പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് റബ്ബേ. ഇവരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് പരിപൂർണമായ ശിഫ നൽകണേ അല്ലാഹ്. എല്ലാവിധ കാവലും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെ അനക്കങ്ങളും അടക്കങ്ങളും നീ ഇഷ്ടപ്പെട്ട വഴിയിലാക്കണേ അല്ലാഹ്. മരിച്ചവനെ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ തമ്പുരാനെ. യാത്രയിലും മറ്റും സഹായിക്കുന്നവരുണ്ട് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഒരു കാരണവശാലും നിരാശയിൽ പെടുത്തല്ല തമ്പുരാനെ. ഞങ്ങളെ യാത്ര മഖബൂലും മബ്റൂറുമാക്കണേ തമ്പുരാനെ. സ്വീകരിക്കുന്ന ഒരു യാത്രയാക്കി മാറ്റണേ തമ്പുരാനെ. കാരണമായി ഞങ്ങൾക്ക് നീ നിന്റെ മഹാന്മാരോട് കൂടെ സുവലോക സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മുൻകൈയെടുക്കുന്ന പരിശ്രമത്തിന് എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ തമ്പുരാനെ. അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. സന്തോഷം നൽകണേ തമ്പുരാനെ. എല്ലാവരുടെയും കുടുംബത്തിൽ സന്തോഷം നൽകണേ തമ്പുരാനെ. കുടുംബത്തിലുള്ള പ്രയാസങ്ങളൊക്കെ തട്ടി മാറ്റണേ അല്ലാഹ്. എല്ലാവർക്കും ഐക്യം നൽകണേ തമ്പുരാനെ. മാനസികമായ പ്രയാസങ്ങളെ തട്ടി മാറ്റണേ അല്ലാഹ്. ചെയ്യുന്ന ജോലികളിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. എല്ലാവിധ റഹ്മത്തും നൽകണേ അല്ലാഹ്. കച്ചവടക്കാരന്റെ കച്ചവടത്തിൽ നീ റഹ്മത്ത് നൽകണേ തമ്പുരാനെ. കൃഷിക്കാരന്റെ കൃഷിയിൽ നീ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. മറ്റു ജോലിക്കാരന്റെ ജോലി ബറക്കത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മറച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ പല ആളുകളും പലവിധ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇബ്രാഹിമേ, ശിഫ നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്. ഷാഫിയാണ് കാഫിയാണ് റബ്ബേ. ഈ ഇവരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നീ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സിയാറത്തിന് പോരുമ്പോ പല ആളുകളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബത്തിലൊക്കെ ഖൈറും ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഞാനൊക്കെ പഠിപ്പിക്കുന്ന മക്കളുണ്ട്, സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഉപകാരപ്രദമായ അറിവ് നൽകണേ അല്ലാഹ്. നാടിനും സമുദായത്തിനും ഉപകരിക്കുന്ന മക്കളാക്കി തീർക്കണേ തമ്പുരാനെ. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കി തീർക്കണേ തമ്പുരാനെ. നീന്റെ ഖാദിമീങ്ങളാക്കി തീർക്കണേ തമ്പുരാനെ. നിനക്ക് വേണ്ടി വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ അവരെയും ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. എനിക്കൊക്കെ ഭക്ഷണം നൽകുന്ന ആളുകളുടെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. കാരണമായി അവർക്ക് നീ സുവലോക സ്വർഗം നൽകണേ അല്ലാഹ്. ഒരിക്കലും നിരാശയിൽ പെടുത്തല്ല തമ്പുരാനെ. ബിസ്മില്ലാഹി ബാബുനാ തബാറക ഹൈത്വാനുനാ യാസീൻ സഖഫുനാ ഖാഫ് ഹാ യാ ഐൻ സ്വാദ് കിഫായതുനാ ഹാമീൻ ഐൻ സീൻ ഖാഫ് ഹിമായതുനാ സയക്ഫീകുഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. واغفر لنا يا غافر المذنبين.